അറസ്റ്റുകൾ തുടരുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചെറിയ മീനുകളല്ല പിടികൂടുന്നത്. ഇതൊരു സംഘമാണല്ലോ. ഇപ്പോൾ ഏറ്റവും അറസ്റ്റിലായിരിക്കുന്നത്, ഏറ്റവും അവസാനം അറസ്റ്റിലായിരിക്കുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നാം ഞെട്ടും. ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? അയ്യപ്പൻ്റെ കാര്യമല്ലേ, സംഭവിക്കും. പക്ഷെ അത് വിദേശത്ത് കൂടിയെത്തിപ്പെടും എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കേണ്ടത്. കാരണം കോടതി വിരൽ ചൂണ്ടുന്നത് അത് കൂടിയിട്ടാണ്. ചന്ദ്ര കപൂറിനെ കുറിച്ചിട്ട് കോടതി ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ പോലുള്ള പുരാവസ്തു സാധനങ്ങൾ മുഴുവൻ വിദേശത്ത് കച്ചവടം നടത്തുന്ന വ്യക്തിയെ ആയിക്കൊണ്ടാണല്ലോ ചന്ദ്ര കപൂറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങൾ ദേവസ്വം ബോർഡിനാണെങ്കിലും അല്ലെങ്കിലും അങ്ങോട്ട് എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. ഞാനത് വിഷയം പറയാതുകൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അതുകൊണ്ട് വിദേശത്തുള്ള ആളുകളെക്കുറിച്ച് പോലും ഇവർക്കുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് പോലും അന്വേഷിച്ച് അല്ല, സംശയം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോടതി ചൂണ്ടിക്കാട്ടി തന്നെയാണ് ചന്ദ്രബാബുവിന്റെ പേര് കോടതിയെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളും പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അതൊരു കാര്യമായിട്ട് നടക്കുകയാണ് ആ കാര്യം. എനിക്ക് തോന്നുന്നു കോടതിയുടെ പരാമർശം വെറുതെ ആയിരിക്കില്ല. വ്യക്തമായിട്ടുള്ള ചില തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടാകാം അന്വേഷണ ഏജൻസി, അതിൻ്റെ പേരിലാകാം. അതുകൊണ്ട് തന്നെ വലിയൊരു അന്വേഷണം വിദേശത്തു കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. ആ സമയത്താണ് ഏറ്റവും വലിയ മത്സ്യങ്ങൾ, തിമംഗലങ്ങൾ ഉൾപ്പെടാൻ പോകുന്നത് ഈ കേസിൽ. ഏതായാലും ഇപ്പം ആദ്യമൊക്കെ കൈകഴിയിരുന്ന ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആൾക്കാർ മുഴുവൻ കൂടുന്നു. മുൻ പ്രസിഡന്റുമാർ 3 പേര്, ഒരാൾ ഇപ്പോഴത്തെ പ്രസിഡന്റും 2 പേര് അല്ലാത്തവരും, അവരുടെ നേരെയാണ് ഇപ്പം ഏറ്റവും വിരൽ ചൂണ്ടുന്നത് എല്ലാ കാര്യങ്ങളും. പത്മകുമാർ, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഇയാളില്ല, എന്താണ് ഇപ്പോഴത്തെ കമ്മീഷണറും പിന്നെ പ്രസിഡന്റും ഒക്കെ വാസു, ഇവരെല്ലാം. അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിൽ. കാരണം ഇന്നലെ അറസ്റ്റിലായിരിക്കുന്ന മുൻ തിരുവാഭരണം കമ്മീഷണർ ബിജുവിനെയാണ്. അപ്പോൾ ഈ തിരുവാഭരണവുമായി ബന്ധപ്പെട്ട് അതെ സംഭവിച്ചിരിക്കുന്നു. കാരണം തിരുവാഭരണവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ അതിന്റെ കമ്മീഷണറാണ് ഇയാള്. അതിന്റെ തൂക്കം നോക്കുന്ന, അതെ, തൂക്കം നോക്കുന്നതും അളവ് നോക്കുന്നതൊക്കെ ഇയാളാണ്. അപ്പൊ ഇതും കാരണം ഇയാളായിരുന്നു ആ സമയത്ത് ഒപ്പിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. ചെമ്പ്, ഇയാൾ ചെമ്പ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആരുടെ നിർബന്ധത്തിനാണ് വഴങ്ങിയതെന്നുള്ളത് കൂടിയിട്ട് അതിനെ കാണേണ്ടത്. ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണല്ലോ ഇവർ പലരും ഇക്കാര്യം ചെയ്തത്. ഏതായാലും വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാർക്കും കമ്മീഷണർമാർക്കും ഇതേപോലത്തെ എല്ലാവർക്കും തന്നെ ബന്ധമുണ്ട് എന്ന്. ശബരിമലയിൽ സ്വർണ്ണത്തിളക്കം മാത്രമേ ഉള്ളൂ, എല്ലാം ചെമ്പായല്ലോ. അതെ, ഇപ്പം ചെമ്പ്, കാരണം സ്വർണം ചെമ്പായ ശബരിമല അയ്യപ്പൻ്റെ ചിലപ്പം ഒരു ഇതായിരിക്കും, ചെമ്പാക്കി മാറ്റുന്നതായിരിക്കും ആർക്കോ വേണ്ടിയിട്ട്. ഇവരതാണ് ചിന്തിക്കുന്നത്. ഇനി അയ്യപ്പൻ, എനിക്കിപ്പോൾ സംശയം എന്തായിരുന്നു, അയ്യപ്പൻ്റെ യഥാർത്ഥ വിഗ്രഹമാണോ അവിടെ ഉള്ളത് എന്നുള്ളതാണ് കാര്യം. അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല, ആരും അതിനെക്കുറിച്ച് നോക്കുന്നില്ല. അപ്പം അത് വ്യക്തമായിട്ട് നോക്കേണ്ടതാണ്. ശരിക്കും ആരോടാണ് നോക്കേണ്ടത്, അതൊരു വലിയ പ്രശ്നമാണ്. വിദേശത്തേക്ക് കടത്തി, അതെ, കടത്തിയോ എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പം ഇത് ആരെല്ലാം പങ്കാളികളുണ്ടോ അവരാണ് നോക്കേണ്ടത്. അപ്പം അതും കൂടി കടത്തിയോ, ഇനി അവിടുത്തെ വേറെ വിഗ്രഹങ്ങളേതൊക്കെ കടത്തിക്കൊണ്ടുപോയി, ഇതൊന്നും അറിയാൻ പറ്റില്ല. അയ്യപ്പൻ്റെ വിഗ്രഹം ഇപ്പം ധാരാളം ഈ മറ്റുള്ള ലോഹങ്ങളിൽ കൂടി ഉണ്ടാക്കിയിട്ട് ആൾക്കാർ വിൽക്കുന്നുണ്ട് സാധാരണ. അതേപോലത്തെ ഒരു സാധനം അവിടെ കൊണ്ടുവച്ചിട്ട് സ്വർണ്ണാണെന്ന് തോന്നത്തക്ക വിധത്തിൽ വെച്ചിട്ട് മറ്റേത് കൊണ്ടുപോയി കഴിഞ്ഞാലും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അയ്യപ്പൻ്റെത് മാത്രമല്ല, ഇപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതില്ലേ, ശബരിമലയിൽ സന്നിധാനത്തിനോട് ചേർന്നിട്ട് തന്നെയാണല്ലോ മാളികപ്പുറം കിടക്കുന്നത്. അപ്പം മാളികപ്പുറത്തുനിന്ന് എന്തെല്ലാം പോയി, നേരത്തെ മുമ്പത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ മാളികപ്പുറത്തുനിന്ന് പോകാൻ ചാൻസ് ഉണ്ട്, പമ്പയിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്, പല സ്ഥലത്തു നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലെല്ലാം
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം അസിസ്റ്റന്റ് കമ്മീഷണർമാരൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് പിൽക്കാലത്ത് കമ്മീഷണർമാരൊക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ മേൽനോട്ടത്തിന് വന്നിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ ചെയ്തെന്നും കൂടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും ഇതിൽ കൂടി നോക്കുമ്പോൾ. അപ്പോൾ ഒരു ശബരിമല മാത്രമല്ല, അയ്യപ്പൻ്റെ ശക്തി കൊണ്ട് ഒരു പ്രത്യേക അന്വേഷണം ഇതിനു വേണ്ടി വന്നു. ആ ശക്തി കൊണ്ട് തന്നെ മിക്കവാറും മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടി തെളിയപ്പെടും എന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ബിജുവിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും. അപ്പോൾ ഇനി ബാക്കിയുള്ള ആൾക്കാരെയും കൂടി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ട് മറ്റുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന സമയത്തും ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്തും പണ്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ എഴുതിയില്ലെങ്കിൽ സാർ അടി കൊടുക്കും. അതെ, അപ്പോൾ സാർ അടി കൊടുക്കുമ്പോൾ വീണ്ടും എഴുതും, പിന്നെയും നിർത്തും, സാർ അടി കൊടുക്കുമ്പോൾ വീണ്ടും എഴുതും. അല്ല, അതുപോലെ അന്വേഷണ സംഘം കോടതി വിരട്ടുമ്പോൾ അതാണ്. അപ്പോൾ അതാണ് ഏറ്റവും നമുക്ക് വിശ്വാസത്തിൽ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് ഇപ്പം ഭക്തന്മാരുടെ സ്ഥിതി. ഇപ്പം അല്ല, അതാണ് അതൊരു എഴുതുന്നത് പോലെയാണ് പോകുന്നത്. കോടതി വിരട്ടുന്ന സമയത്താണ് ഒരു സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതായിട്ട് ഭാവിക്കുന്നത്. അപ്പം അപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യും. അതുവരെ ഈ എല്ലാ കാര്യങ്ങളും മുക്കാനുള്ള സന്ദർഭങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒളിപ്പിച്ചു വയ്ക്കാൻ, കടത്താനും മുക്കാനും രേഖകൾ മുക്കണമല്ലോ. കർശനമായിട്ട് ചോദ്യം ചെയ്ത സമയത്താണല്ലോ ചില രേഖകൾ കിട്ടിയെന്ന് പറയുന്നത്. പത്മകുമാറാണുള്ളത് കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പം ആ വിധത്തിൽ ഓരോരുത്തരിലേക്ക് എത്തുന്ന സമയത്താണ് കിട്ടി ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെ കുറേ ദിവസം കൊടുത്ത് അതുകൊണ്ട് തന്നെ ധാരാളം രേഖകൾ നശിപ്പിക്കപ്പെടുകയോ മുക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം ശാസ്ത്രീയമായി ഇവരെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ, ശാസ്ത്രീയമായി ചോദ്യം ചെയ്യണം. ഒരു ഉദ്യോഗസ്ഥരാണ്, ദേവസ്വം ബോർഡിൻ്റെ ആണെന്നൊന്നും ചിന്തിക്കാതെ തന്നെ ഇവരോട് ഭക്തിയല്ല തോന്നുന്നുണ്ട്. കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ഭക്തി ഉണ്ടാകും അവരോട്. കാരണം അവരൊന്നും അല്ല, അത് വേറെ കാര്യം. അപ്പോൾ അവരെ ആ നിലയ്ക്ക് ശാസ്ത്രീയമായി ചോദ്യം ചെയ്യണം. അതൊരു വിദേശങ്ങളുമായിട്ടുള്ള ബന്ധം, വിദേശത്ത് എവിടെയൊക്കെ ഈ പോറ്റി ആര് പറഞ്ഞയച്ചു, വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ ആരൊക്കെ ആയിരുന്നു ഇവിടെ, അതാ നിലയ്ക്ക് എമിഗ്രേഷൻ അന്വേഷണം നടത്തേണ്ടി വരും. ആ കാലഘട്ടത്തിൽ വന്ന ആൾക്കാരെ കുറിച്ചിട്ട്, ശബരിമലയിൽ വന്ന ആളുകളെ കുറിച്ചിട്ട് ഒരു ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ വന്ന ആൾക്കാരെയും ഇതെല്ലാം. അപ്പോൾ ആ നിലയ്ക്ക് ഇവരെ ചോദ്യം ചെയ്യണം. അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് എന്തെല്ലാം ബന്ധങ്ങളാണ് ഇവരിൽ ഉണ്ടായത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിദേശത്തേക്ക് അയച്ചതാരാണ്, ഇത് വ്യക്തമായി ശാസ്ത്രീയമായി അന്വേഷണം നടത്തി ഇവരെയും ശാസ്ത്രീയമായി ചോദ്യം ചെയ്ത് തെളിവുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാനുള്ളത്. ഇതിനിപ്പം എങ്ങോട്ടാണ് പോകണം? ഇന്നത്തെ പേപ്പറിൽ വന്ന വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം പ്രശാന്തിനെ കാലാവധി കഴിയുന്ന സമയത്ത് തന്നെ മാറ്റും. അതിൻ്റെ കാരണം രണ്ടുപേരുടെ പേരാ പറഞ്ഞു. ഒന്ന് മലബാർ ദേവസ്വം ബോർഡിൻ്റെ അശോകൻ്റെ കാര്യം പറഞ്ഞു, ഇതും പറഞ്ഞു. രണ്ടുപേരും രണ്ട് പാർട്ടിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന രണ്ട് പാർട്ടിയിൽ നിന്ന്. അശോകൻ വന്ന BJPയിൽ നിന്നും, ഇയാൾ പ്രശാന്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നിട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എല്ലാ കള്ളത്തരും മുഴുവനായിട്ട് എങ്ങനെ പോഴ്ത്തണമെന്നും കൂടി ഇവർ പഠിച്ചിട്ടുണ്ടാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അങ്ങനെയും കൂടി പോഴ്ത്താൻ പറ്റുന്ന, എല്ലാ വിധത്തിലുള്ള തെളിവുകളും നശിപ്പിക്കാൻ പറ്റുന്ന, കൃത്യമായി AK സെന്ററിലും 3 പ്രധാനപ്പെട്ട പാർട്ടികളുടെയും ചായയും പത്രവും വായിച്ച് വളർന്നു വന്ന. അതെ, അതുകൊണ്ട് ആ നിലയ്ക്ക് പരിപ്പോടും പത്രം ഉണ്ടാവുക അവിടെ പൊതിഞ്ഞു കൊണ്ടുവരാം. കാരണം പൊതിയാൻ പറ്റിയ സ്ഥലത്താണ്. അപ്പോൾ അതും കൂടി നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ടി നേതാക്കന്മാർ എത്രമാത്രം ശരിയുണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇന്ന് വാർത്തകൾ വായിക്കുന്ന സമയത്ത് കാണുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ തന്നെ പ്രസിഡന്റുമാരാക്കണം. അവർ വിശ്വാസികളായിക്കൊള്ളുന്നില്ലല്ലോ. കാരണം പാർട്ടി പ്രവർത്തനമാണെങ്കിൽ പാർട്ടിയുടെ ഐഡിയോളജി അനുസരിച്ച് അവർക്ക് വിശ്വാസം പാടില്ല. വിശ്വാസികൾ ഇപ്പം പറയല്ലേ, അങ്ങനെയാണെങ്കിൽ അവർ ഐഡിയോളജി മാറിയില്ലേ? ഐഡിയോളജി മാറിയല്ലോ. പിന്നെന്ത് മാർക്സിസമാണ് അവർക്ക്? കമ്മ്യൂണിസവും ഇല്ല. അപ്പോൾ കമ്മ്യൂണിസത്തെയും മാർക്സിസവും ഒക്കെ വിറ്റ് കാശാക്കാൻ, അതും കൂടി വിൽക്കാൻ വേണ്ടിയുള്ള ആൾക്കാരാണോ ഈ പാർട്ടി
ഇപ്പോഴത്തെ ആശയമില്ലാത്ത, പ്രത്യേകിച്ച് ആദർശമില്ലാത്ത, ഉദരപൂരണം മാത്രം ആഗ്രഹിക്കുന്ന. അല്ല, അതാണ് ഇവിടുത്തെ കേരളത്തിലെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ എങ്ങനെയാണോ നിന്നത് ആ ഒരു അവസ്ഥയിലാണോ? ഇവിടെ അവർ അവരുടെ തോന്നിവാസങ്ങൾ നടത്തുന്നു, ഹൈന്ദവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അവർ മൗനമായിരിക്കുന്നു. അതാണോ സംഭവിക്കുന്നത്? അങ്ങനെ ആയിരിക്കില്ല. ഒരു അങ്ങേയറ്റം വരെ സഹിക്കും. ആ സഹന ശക്തി ഇല്ലാതെയാകുന്ന സമയത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന ഉറപ്പാണ്. സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു ഹിന്ദു സമൂഹത്തിനെ ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി ഉണ്ടാകും എന്ന് മുൻകാല അനുഭവങ്ങളെ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നും തല്ലും തുപ്പും അടിയും ചവിട്ടും കൊണ്ട് ജീവിക്കുന്ന ഹിന്ദു ആയിരിക്കില്ല അങ്ങനെ ചടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഹിന്ദു. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ നിന്നുള്ള ആൾക്കാരായിരിക്കില്ല. നമ്മൾ കണ്ടതാണത്. കാരണം ഈ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയത്തിൽപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന്, മതസംഘടനകളുടെ ഭാഗത്തുനിന്ന്, ഭീകരവാദികളുടെ ഇടയിൽ നിന്ന് ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ മുറുക്കി പിടിക്കുന്ന സമയത്ത് അതിനെ തട്ടിമാറ്റാനുള്ള ഒരു പ്രത്യേക ശക്തി ഹിന്ദു സമൂഹത്തിനുണ്ടാകും. അതിനെ തടഞ്ഞു നിർത്താൻ പലപ്പോഴും ആർക്കും സാധിക്കാത്തൊരവസ്ഥയും വരാം. ഈ ശബരിമല പ്രശ്നം അതിന് തുടക്കമായിരിക്കും. അയ്യപ്പൻ അതിൻ്റെ ശക്തിയായിട്ടായിരിക്കും ഇനി അയ്യപ്പനെ കാണാൻ സാധിക്കുന്നത്. ജനങ്ങളിലേക്ക് അയ്യപ്പൻ്റെ ശക്തി ആവാഹിച്ചു കൊടുക്കും. ആ ജനതയായിരിക്കും ഒരുപക്ഷെ ഇതിൽ നേരിടുന്നത്. അല്ല, അതോടൊപ്പം തന്നെ ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സമഗ്രമായ അന്വേഷണം വേണമല്ലോ. അവിടെ എന്തെല്ലാം ഇനി സ്വർണമായി ബാക്കി ഉണ്ടെന്ന് കണ്ടെത്തേണ്ടത് ഭക്തരുടെയും കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമായി മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പം തന്നെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. അതിനൊരു ശക്തിയായി തീരണം. അന്വേഷണം മര്യാദയ്ക്കല്ല നടക്കുന്നതെങ്കിൽ ജനമുന്നേറ്റം ഉണ്ടാവും. അത് രാഷ്ട്രീയത്തിന് വേണ്ടി അധികാരം പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള ഒരു മുന്നേറ്റമായിരിക്കില്ല. കാരണം പല രാഷ്ട്രീയക്കാരും ആ നിലയ്ക്ക് ഇപ്പം വരുന്നുണ്ട്. അടുത്ത് തന്നെ ചെറിയ ചെറിയ യോഗങ്ങൾ കഴിഞ്ഞു. ശബരിമലയ്ക്ക് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അച്ഛൻ ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളുടെ മകൻ, അയാൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ചില സ്ഥലത്ത്. അച്ഛൻ നശിപ്പിക്കാൻ ശ്രമിച്ച മകൻ നേതൃത്വം കൊടുത്തുകൂടാന്ന് പറയുന്നില്ല, പക്ഷേ അതിലും പൊള്ളത്തരമുണ്ട്. അങ്ങനെ അല്ലാതെ രാഷ്ട്രീയക്കാരല്ലാത്തൊരു ശക്തി, ആ ശക്തി അതിനുവേണ്ടി കഠിനമായ ശ്രമം. ഇപ്പോൾ കോഴിക്കോട് എന്തോ വലിയ അയ്യപ്പ സമ്മേളനം നടക്കാൻ പോകണം അടുത്ത്. ഇതെല്ലാം പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തും അതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത 12-ാം തീയതി മറ്റോ എറണാകുളത്ത് അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിന്ദു സംഘടനകളെ യോഗം അവർ നിശ്ചയിച്ചതായിട്ട് വാർത്തകൾ വന്നിരിക്കുന്നു. ഇതൊക്കെ നോക്കുന്ന സമയത്ത് സമൂഹം വെറുതെ ഇരിക്കുകയല്ല. സമൂഹം ഒറ്റക്കെട്ടായിട്ട് വ്യക്തികൾ ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ സെൻകുമാറിനെ പോലുള്ള ആളുകളുണ്ട്, കഴിവുറ്റിയ ആൾക്കാരാണ്. അവർ വ്യക്തിപരമായിട്ട് തന്നെ മറ്റുള്ളവരെ ചേർത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് പലതരം വ്യക്തികൾ ഒരുമിച്ച് കൂടി അതൊരു വലിയ ശക്തിയായി തീരാൻ ചാൻസ് ഉണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ, ഗവൺമെൻറ് എന്ന് പറയാൻ പാടില്ല, പാർട്ടിയുടെ, കാരണം എം.വി. ഗോവിന്ദനും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുടെ തീരുമാനമാണല്ലോ ഭരിക്കുന്ന സർക്കാർ നടപ്പാക്കുക. അപ്പം ആ നിലയ്ക്ക് പൊതുവെ CPM പ്രവർത്തകരും നേതാക്കളും പറയുന്നതാണ്, അവർ ഭരണത്തിലിരിക്കുമ്പോൾ പാർട്ടി അറിയാതെ ഒന്നും നടക്കില്ല. അപ്പോൾ 10 വർഷമായി ഭരണം നടത്തുന്നു, അവരുടെ സമയത്താണ് ഈ കൊള്ള നടന്നത്. ഇപ്പോൾ പാർട്ടിക്ക് കൃത്യമായി പങ്കുണ്ടാവും. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഈച്ചാണെങ്കിൽ ലോക്കൽ സെക്രട്ടറി അറിയണം, അതിൻ്റെ വലുതാണെങ്കിൽ അതിൻ്റെ മുകളിൽ അറിയണം, അതിൻ്റെ മുകളിൽ അറിയണം. അവസാനം സ്റ്റേറ്റ് സെക്രട്ടറി അറിയാതെ ഒരു സംഗതി ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ ഒരു പാർട്ടിയിൽ അങ്ങനെ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ശരിക്കും നോക്കുമ്പോൾ. കാരണം പാർട്ടിയുടെ രീതി അനുസരിച്ച് പാർട്ടിക്ക് വിധേയരാണ് സർവരും. മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും ആരാണെങ്കിലും പാർട്ടിക്ക് അതീതരല്ല എന്ന ആ പാർട്ടിയുടെ ഒരു വലിയ ചിന്തയാണ്. മറ്റുള്ള പാർട്ടിക്കാർ അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ബാക്കിയുള്ള പാർട്ടിയിലൊക്കെ ഒരു കൗൺസിലർ ആണെങ്കിൽ പോലും കൗൺസിലറെ തോന്നിയ അനുസരിച്ച് ചെയ്യും. പാർട്ടിക്ക് അതിൽ യാതൊരു ഇതും ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കള്ളവയിലും പാർട്ടി അറിയാതല്ല നടന്നത് എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഏത് സാധാരണ എല്ലാവരും പറയാം പാർട്ടി അതാ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ടി അറിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തത്, ഇതും ചെയ്തത്.
അതിനാ സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.